നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സിദ്ധാർത്ഥ തോട്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ഈസ. ആത്മീയമായ ശുദ്ധീകരണത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും മാസമാണ് പരിശുദ്ധ റംസാൻ. നമ്മളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഭക്ഷണകാര്യങ്ങളിൽ ഒരല്പം ക്രമീകരണം കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ ശരീരത്തെയും ശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുവാൻ നമുക്ക് സാധിക്കും. തുടർച്ചയായി 14 മണിക്കൂറോളം ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതിനാൽ ഉപവാസത്തെ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങുമായി താരതമ്യം ചെയ്യാവുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മുടെ ശരീരത്തിന് വളരെയേറെ പ്രയോജനകരമായ ഒരു കാര്യമാണ്. എന്നാൽ നോമ്പ് തുറ സമയത്ത് നമ്മൾ ഭക്ഷണപാനീയങ്ങളിൽ കാണിക്കുന്ന അശ്രദ്ധ മൂലം നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെ ലഭിക്കേണ്ട പല പ്രയോജനങ്ങളും ഇല്ലാതെ പോകുന്നു. പ്രധാനമായും നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന പഞ്ചസാര, അതായത് ഡയറക്റ്റ് ഷുഗേഴ്സ് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കുവാനും അതുപോലെ അമിതമായ ക്ഷീണം, ദാഹം മുതലായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുവാനും കാരണമാകും. പ്രധാനമായും കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആയ കോള, സ്പ്രൈറ്റ്, അതുപോലെ ബോട്ടിലിൽ വരുന്ന ജ്യൂസുകൾ, പഞ്ചസാര ചേർത്ത് നമ്മൾ തയ്യാറാക്കുന്ന ജ്യൂസ് പാനീയങ്ങളാണെങ്കിൽ പോലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ സ്വാഭാവികമായും ദഹിപ്പിക്കാൻ ശരീരത്തിന് കൂടുതൽ ഊർജ്ജം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അതുപോലെ ആസിഡിറ്റി, ഗ്യാസ് ട്രബിൾ, ദഹനക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഈ ദഹിപ്പിക്കാൻ നമ്മൾ കൂടുതൽ ഊർജ്ജം ശരീരം സ്പെൻഡ് ചെയ്യുന്ന വഴി വീണ്ടും ക്ഷീണം ഉണ്ടാവുകയും ചെയ്യും. തുടർച്ചയായി 1 മാസത്തോളം നമ്മൾ ഈ ആഹാര രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ ശരീരം മറ്റ് അനേകം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. നോമ്പ് തുറക്കാനായി ഈന്തപ്പഴം വളരെ അനുയോജ്യമായ ഒരു ഭക്ഷണമാണ്. ഈന്തപ്പഴത്തിൽ ധാരാളമായി ഫൈബർ, പോളിസാക്കറൈഡ്സ് അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം സ്റ്റഡിയായി ലഭിക്കുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നു. അതുകൂടാതെ ഈന്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ നമ്മുടെ ആമാശയത്തിന്, ദഹനവ്യവസ്ഥയ്ക്ക് വളരെയേറെ ഗുണകരമാണ്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. അതിനെ തുടർന്ന് ധാരാളമായി പഴവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ് കഴിക്കുക. പലതരം ഫ്രൂട്ട്സ് ചേർത്ത് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിനോടൊപ്പം തന്നെ നമുക്ക് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെയേറെ പ്രയോജനകരമാണ്. പ്രധാനമായും നമുക്ക് പുഴുങ്ങിയ മുട്ട, അതുപോലെ ആവിയിൽ വേവിച്ച പയറുവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ കടല, അതുമല്ലെങ്കിൽ ലെൻറ്റിൽ സൂപ്പുകൾ വളരെയേറെ പ്രയോജനം ചെയ്യും. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഏറ്റവും നല്ലപോലെ ന്യൂട്രിയൻസിനെ ആഗിരണം ചെയ്യുന്നത് നോമ്പ് തുറക്കുന്ന സമയത്താണ്. ഈ സമയത്ത് നമ്മൾ പ്രോട്ടീൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ പ്രോട്ടീൻ ദഹിക്കുകയും ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യും. തുടർന്ന് നമ്മൾ കുറച്ച് സമയം പ്രധാന ഭക്ഷണത്തിന് മുമ്പ് ഒരു ഗ്യാപ്പ് ഇടുന്നത് നല്ലതായിരിക്കും. ആ സമയം നമുക്ക് മറ്റുള്ള ആക്ടിവിറ്റീസ്, നമുക്ക് ലഘു വ്യായാമങ്ങളോ മറ്റുള്ള ആക്ടിവിറ്റീസോ ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. അതിനുശേഷം നമ്മൾ പ്രധാന ഭക്ഷണത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും കാർബോഹൈഡ്രേറ്റ്സ്, ഹോൾ ഗ്രെയിൻസ്, അതായത് ധാന്യങ്ങൾ മുഴുവനോടെയുള്ള പലഹാരങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക. റൊട്ടി, ചപ്പാത്തി, അതുപോലെ തവിടോട് കൂടിയുള്ള അരി, ഓട്സ്, അതുകൂടാതെ നമുക്ക് ചെറുധാന്യങ്ങൾ, അതായത് മില്ലറ്റ്സും നമുക്ക് പ്രധാന ഭക്ഷണം തയ്യാറാക്കുന്നതിനായി ഉപയോഗിക്കാവുന്നതാണ്. അതിനൊപ്പം തന്നെ നമുക്ക് കുതിർത്ത ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് കറികൾക്കായിട്ട് പരമാവധി ലീൻ മീറ്റുകൾ ഉപയോഗിക്കുക. ചിക്കൻ, ഫിഷ് മുതലായവ നമുക്ക് കറികൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. സാധാരണ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുള്ള പല വിഭവങ്ങളും നോമ്പുകാലം നമ്മൾ ഒഴിവാക്കാറുണ്ട് പതിവ്. അതിൽ പ്രധാനമാണ് പച്ചക്കറി. നമ്മൾ സാധാരണയായി ഉപയോഗിക്കാറുള്ള പച്ചക്കറി വിഭവങ്ങളായ അവിയൽ, സാമ്പാർ, പലതരം തോരനുകൾ എന്നിവ നമുക്ക് നോമ്പുകാലത്തും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കാനായി പച്ചക്കറിയിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസ്, വൈറ്റമിൻസ്, മറ്റ് പോഷകഘടകങ്ങൾ വളരെയധികം സഹായിക്കുന്നു. അതുപോലെ പച്ചക്കറിയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായ ഒരു ശുദ്ധീകരണ പ്രക്രിയയിൽ സഹായിക്കുന്നു. കൂടാതെ നമുക്ക് ഇഡലി, ദോശ പോലെയുള്ള പുളിപ്പിച്ച് പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി ബീറ്റോള് പോലുള്ള മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നതിന് സഹായിക്കുന്നു. ദാഹം ശമിപ്പിക്കുന്നതിനായി നമുക്ക് ശീതളപാനീയങ്ങൾക്ക് പകരമായി മോര് ഉപയോഗിക്കാവുന്നതാണ്. മോരിലടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക്കുകൾ നമ്മുടെ ദഹനവ്യവസ്ഥയെ സഹായിക്കുന്നു. കൂടാതെ നമുക്ക് കുതിർത്ത് വെച്ച നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഉപയോഗിക്കാവുന്നതാണ്. കുതിർക്കുന്നത് വഴി നട്ട്സിലും ഡ്രൈ ഫ്രൂട്ട്സിലുമുള്ള പോഷകങ്ങൾ പെട്ടെന്ന് ആഗിരണം ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ചിയാ സീഡ്സ്, അതുപോലെ അഗാർ അഥവാ ചൈന ഗ്രാസ് എന്നിവ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളും കൂടെ നോമ്പുകാലത്ത് ഉപയോഗിക്കാവുന്നതാണ്. എന്തെന്ന് വെച്ചാൽ ഈ സോല്യൂബിൾ ഫൈബേഴ്സ് അടങ്ങിയിരിക്കുന്ന ഈ പലഹാരങ്ങൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ജലാംശം നിലനിർത്തുന്നതിനായിട്ട് സഹായിക്കുന്നു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് വഴി നമ്മുടെ ശരീരത്തിന് വളരെയേറെ പ്രയോജനകരമായ
പ്രയോജനം ലഭിക്കുന്നതിനായിട്ട് നമുക്ക് സഹായിക്കും. ഈ റംസാൻ പകുതി കടന്നു പോയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഭക്ഷണത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് വഴി നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനും ശക്തിപ്പെടുത്താനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി.